ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്നലെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാറാണുള്ളത്, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിനിമം ഒരു 3 മിനിറ്റെങ്കിലും കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ മസാലയൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു തൈരിൽ നമ്മൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലും ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മളത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടിക്കയുടെ ഫ്ലേവർ കിട്ടില്ല കേട്ടോ. ഇനി ഞാൻ അതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ കശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ അളവിൽ കശ്മീരി റെഡ് ചില്ലിയും ഒരു ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. അപ്പോൾ ബാക്കിയെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 500 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലും കുറവാണ് നിങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി അങ്ങ് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു മിക്സിലോട്ട് നിങ്ങൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട. ഒന്നെങ്കിൽ തൈരോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ചേർത്ത് കൊടുത്താൽ മതി. ഇത് രണ്ടും നമ്മൾ ചേർക്കുന്നത് ചിക്കന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് സോഫ്റ്റായി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈരും അതേപോലെ തന്നെ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മസാലയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു ചതുരത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാൻ ബോൺലെസ് പീസസ് മാത്രം എടുത്ത് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് നന്നായിട്ട് ഈ ഒരു മിക്സിൽ കുഴച്ചിട്ട് എടുക്കുകയാണ്. നമ്മളിത് മാരിനേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങളൊരു 1 നൈറ്റ് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു മസാല അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു മസാലയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കവും അതേപോലെ തന്നെ ഉള്ളിയാണ്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ പച്ചക്കറി ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് ഞാൻ ക്യാപ്സിക്കവും അതേപോലെ തന്നെ ഉള്ളിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിയോ ക്യാപ്സിക്കോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം മിനിമം ഒരു 1 hour എങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതിപ്പോൾ ഇവിടെ ഒരു സ്ക്യൂവറിൽ ഇതേപോലെ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഒരു ഈർക്കിളാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്ക്യൂവർ എടുത്താലും മതി. അപ്പോൾ ഇതേപോലെ ആദ്യം വെജിറ്റബിൾസ് വെക്കുക, അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ വെക്കുക. ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുക. നിങ്ങളിനി വെജിറ്റബിൾസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ മാത്രം ഇതേപോലെ ഇങ്ങനെ കോലിൽ കുത്തിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി പ്ലെയിൻ ആയിട്ട് ഫ്രൈങ് പാനിൽ ഇട്ടിട്ട് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാനൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു സ്ക്യൂവറിൽ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഇതേപോലെ ഒരു 5 സ്റ്റിക്കിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഗീ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഓയിലിനേക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഗീയിലാണ്. ഇത് ബട്ടറിലാണ് കേട്ടോ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ഇതേപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഇതേപോലെ ബ്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഓയിൽ നമ്മളിത് കുക്ക് ചെയ്യാറില്ല. കുറച്ച് ഓയിൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഗീ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഗ്രില്ല് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നാലേ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാരിനേഷന് മാത്രം നമ്മൾ ടൈം കൊടുത്താൽ മതി. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത്.